ഹലോ കൂട്ടുകാരെ, പത്തുമണിച്ചെടിയുടെ ഇലയിൽ നിന്ന് വേര് പിടിപ്പിക്കാം. ഇത് പത്തുമണി, മറ്റേ സിൻഡ്രല്ല പത്തുമണിയില്ലേ, അതിൻ്റെ ലീഫ് എടുത്ത് ഞാൻ നട്ടപ്പം വേര് പിടിച്ചു. ഒരു വീഡിയോ കണ്ടതാണ്, അത് കണ്ട് ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത് വേര് പിടിച്ചു. പക്ഷേ ഇനി ഇല നട്ടാൽ ഇനി ചെടിയാകുമോ അറിയത്തില്ല കേട്ടോ. ഞാൻ നട്ടു വെച്ചിട്ടുണ്ട്, കാണിക്കാവോ ഇതിലെ. നമുക്ക് വേനൊക്കെ നല്ല ടെറസെ കൊണ്ട് വെച്ചാൽ നിറയെ പൂവുണ്ടാവും. മഴക്കാലത്ത് ഷെയ്ഡിൽ കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ അത് പഴുത്ത് പോവുകയും ഇലയെല്ലാം പഴുത്ത് ചീഞ്ഞു പോകും. നല്ല രസമല്ലേ കാണാൻ. ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പും പിണ്ണാക്കും എല്ലാം കൂടെ ചേർത്ത് നട്ടതാണ്. സിൻഡ്രല്ല പത്തുമണി, ഇതിൻ്റെ ഇലയാണ് ഞാൻ നട്ട് നോക്കിയതേ. അപ്പോൾ നല്ലപോലെ വേര് പിടിച്ചു കൂട്ടുകാരെ. ഇതൊക്കെ മണ്ട ഒടിച്ച് തീരെ ചെറിയ മണ്ട കുരുന്ന് ഞുള്ളി വെച്ചതാണ്. അപ്പോൾ അതെല്ലാം വേര് പിടിച്ചു. അങ്ങനെ പത്തുമണി, സിൻഡ്രല്ല പത്തുമണിയിൽ നിന്ന് വേര് പിടിപ്പിക്കുക. ഇലയിൽ നിന്ന് വേര് പിടിപ്പിക്കുക. കണ്ടോ, ഒരിലയിൽ നിന്ന് വേര് പിടിച്ച് നിൽക്കുന്നത് കണ്ടോ. നല്ല നീളമുള്ള ഇല വന്നു കണ്ടോ. നീളമുള്ള വേര്, ഒരു മുഴുത്ത ഇലയിൽ നിന്ന് നല്ല നീളമുള്ള വേര് കണ്ടോ. സിൻഡ്രല്ല പത്തുമണിയുടെ ഇലയാണ്, അതിൽ നിന്ന് നല്ല ഒരു വേരുണ്ടായി. വേരിൻ്റെ നീളം നോക്കി. ഞാൻ വെള്ളത്തിൽ കഴുകി കാണിക്കാൻ, നിങ്ങൾക്ക് നല്ലപോലെ കാണാമല്ലോ. അപ്പോൾ കണ്ടോ, ഇലയിൽ നിന്ന് വേര് പിടിച്ച് നിൽക്കുന്നത് കണ്ടോ കൂട്ടുകാരെ. അങ്ങനെ ഇലയിൽ നിന്ന് വേര് പിടിപ്പിക്കുക. ഇല നട്ടു വെച്ചാൽ മതി. ഈ ചെടിയായിട്ടുണ്ടാകുമെന്ന് അറിയത്തില്ല കേട്ടോ. ഞാൻ നട്ടു വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും. ഒരു വേര് വന്നതേ ഉള്ളൂ. ഈ കഴുകി കാണിക്കാം, ഈ വെള്ളത്തിയിട്ട് കണ്ടോ വേര് കണ്ടോ. നിങ്ങൾക്ക് കാണാം കൂട്ടുകാർ, വേര് മുളച്ച് വന്ന് കണ്ടോ. ഇനി നമുക്ക് മണലിൽ നട്ടു വെക്കാം. കേട്ടോ, ഇത്ര മുഴുപ്പുണ്ട് എൻ്റെ വേരിന്. ഇലയെല്ലാം കഴുകി കാണിക്കാം. അതിനും വേര് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒത്തിരി മഴ കൊണ്ടായില്ലേ, അത് അഴുകിപ്പോവും. ഇലയെല്ലാം മഞ്ഞ കളർ വന്ന് അഴുകിപ്പോവും. അതിനേക്കാൾ നല്ല ഷെയ്ഡിലോട്ട് വെച്ചാൽ മതി, വെള്ളം അധികം വീഴയില്ലാത്ത സ്ഥലത്ത്. നട്ടിട്ട് കൂമ്പ് ഞുള്ളി കൊടുത്താൽ വേറെ ശിഖരങ്ങളെ പൊട്ടും. ആ ഇല കൊണ്ട് ഞാൻ നട്ടു വെച്ചേക്കുന്നുണ്ടോ മണലിൻ്റെ അകത്തേ.
സിൻഡ്രല്ല 10 മണി ഇവിടെ ഇല്ലായിരുന്നു, നശിച്ചു പോയതായിരുന്നേ. എന്നിട്ട് ഒരിക്കലില്ലേ ഇതിൻ്റെ അരി വീണ് തൈകളുണ്ടായി നിൽക്കുന്നത് കണ്ടു മുറ്റത്തൂടെ. അത് കണ്ട് ഞാൻ പറിച്ച് വേറെ പെട്ടെന്ന് ചട്ടിയിൽ നട്ടു. വലിയ സന്തോഷമായി പോയി 10 മണി കിട്ടിയില്ല. ഈ 10 മണി അടുത്തുള്ള വീട്ടുകാരോട് മേടിച്ചാണ്. സിൻഡ്രല്ല 10 മണി ഇവിടെ ഉണ്ടായത്. അതാ സിൻഡ്രല്ല 10 മണിയുടെ പൂവാണ്. നല്ല ഭംഗിയല്ലേ, നല്ല കളറല്ലേ കൂട്ടുകാരെ. വെയിലത്ത് കൊണ്ട് വെച്ചപ്പോൾ, ടെറസെ കൊണ്ട് വെച്ചപ്പോൾ നല്ലപോലെ പിടിച്ചു, തഴച്ചു വളർന്നു. ഈ പൂ കണ്ട് നല്ല ഭംഗിയല്ലേ. എല്ലാം ഇവിടെ കൊണ്ട് നട്ടു വെച്ചിട്ടുണ്ട്. കണ്ടോ ഈ 10 മണി നല്ല കളറ്. റോസ് കളറ്, ചുമപ്പ് കളറൊക്കെ ഉണ്ട് 10 മണി. പല കളർ 10 മണിയുണ്ട്. 2 വിരിയാറായി നിൽക്കുന്നു. പത്ത് മണിക്ക് നല്ല വെയിലുണ്ടെന്ന് നിറയെ പൂക്കൾ വരും. വിത്ത് വീണ് മുളച്ച് വന്ന ഞാനത് ഈ പാത്രത്തിൽ നട്ടു വെച്ച് കഴിഞ്ഞ് ഒത്തിരിയാക്കി പിന്നെയും മണ്ടയടിച്ച് വേറെ പാത്രത്തിൽ നട്ടു. അങ്ങനെ 2-3 പാത്രത്തിൽ ഇപ്പം നിറഞ്ഞു. ഈ പാത്രത്തിൽ വെച്ചു. ചെറിയ പാത്രത്തിൽ വെച്ചാൽ മതി. ചുവപ്പ് കളറുണ്ട്, വെള്ളയുണ്ട്. വെള്ളപ്പൂ നല്ല രസമാണ് കാണാൻ. രണ്ട് പാത്രത്തിലാക്കിയേ, പിന്നെ അവിടുന്ന് ഒടിച്ചൊടിച്ച് വേറെ പാത്രത്തിലാക്കി. അങ്ങനെ ഒരു തണ്ട് 10 മണി ഉണ്ടെങ്കിൽ നമുക്ക് നട്ട് വളർത്തി ഒത്തിരിയാക്കാം. നല്ല കളറല്ലേ. വെള്ള കാണാൻ ഇതിനേക്കാളും രസം. അരി കഴുകിയ വെള്ളമൊക്കെ കൊണ്ട് ഇതിന് ഒഴിക്കുമായിരുന്നു വേനൊക്കെ. മഴ പെയ്താൽ പിന്നെ അതൊന്നും ഒഴിക്കില്ല, ഫംഗൽ രോഗം ഉണ്ടാകും. പല സൈസ് 10 മണിയുണ്ട്. ഈ 10 മണി ചിലപ്പം കുരുടിപ്പ് വരും. അപ്പം സവോള തൊലിയിട്ട് കൊടുക്കാം, ഉണങ്ങി പൊടിച്ചിട്ട്. തേയിലച്ചണ്ടി ഇട്ട് കൊടുക്കാം. കണ്ടോ
ഇത് പെട്ടെന്ന് പൂവുണ്ടാവും. നട്ട് കഴിഞ്ഞ് പെട്ടെന്ന് വലുതായി പൂവുണ്ടാവും. അതുകൊണ്ട് വെള്ള നല്ല രസമല്ലേ വെള്ള കാണാൻ. വെള്ള 10 മണി, വെള്ള സിൻഡ്രല്ല 10 മണി. ഉണ്ടോ വെള്ള നല്ല ഭംഗി. താങ്ക് യു കൂട്ടുകാരെ. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചുമപ്പും വെള്ളയും 2 സൈസ് ഇവിടെ കിട്ടിയത്. വിത്ത് മുളച്ച് പിന്നെ അടുത്ത വീട്ടുകാർ മഞ്ഞ സിൻഡ്രല്ല കൊണ്ട് തന്നു. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെടികൾ കൈമാറും. അപ്പം കൊണ്ട് തന്നാണ് ഒരു സിൻഡ്രല്ല 10 മണി മഞ്ഞ കളർ. താങ്ക് യു കൂട്ടുകാർ. സബ്സ്ക്രൈബ് ചെയ്യാത്ത